നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കാര്യക്കാരെ വിളിക്കാം ഒരുപാട് സ്നേഹത്തോടെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജുക്കുട്ടൻ ചേട്ടൻ ആൻഡ് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ മടങ്ങി വന്നിരിക്കുന്നു. ഫക്രു ചേട്ടാ, സ്വാഗതം, സുസ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എവിടെയായിരുന്നു? ഞങ്ങളെയൊക്കെ മറന്നോ? അല്ല, വേറൊന്നുമില്ല. പ്രധാന വേഷം അഭിനയിക്കുന്ന 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ റിലീസാണ് ഈ മെയ് 9-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. എന്നാൽ തന്നെയും ഇവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതെ, അവിടെ ഇന്ന് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കുടുംബത്തെത്തി. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എല്ലാവരും, അതുപോലെ ഈ ഫ്ലോറും. തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ച് ദിവസം മിസ്സായതിന് ഇന്നിരുന്ന് നല്ലോണം മനസ്സ് തുറന്ന് അങ്ങോട്ട് ചിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് പത്തനംതിട്ടക്കാർ കുറച്ച് പേരുണ്ട്. റാന്നി നിന്നാണ് 9-ാം വാർഡ് ഒതിമൂടുന്ന് കുടുംബശ്രീ ചേച്ചിമാരും ഒരു ചേട്ടനും പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമ്മുടെ ഉഗ്രൻ ടീമാണ് വരാൻ പോകുന്നത്. നാട്ടിൻപുറം സ്കിറ്റാണ് ഇവരുടെ മെയിൻ ഐറ്റം. കാരണം മെയിൻ ഏരിയ അതാണ്. ആളെ മനസ്സിലാക്കണോ? മനസ്സിലായി. സുമിയുണ്ട്, മനോജ് ചേട്ടനുണ്ട്, അജേഷ് ഉണ്ട്. നല്ല കൈഡി. ഹലോ ജീവ വെളുപ്പക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. എന്നെ കണ്ട എത്ര തോന്നും? ഒന്നായി. ഓ, നല്ല കിടുക്കാച്ചി കോമഡി. അതങ്ങനെ വരത്തുള്ളൂ, കാരണം ഇവിടെ അല്ലേ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്റെ പ്രായം എത്ര തോന്നുമെന്നാണേ. അല്ല, കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പെട്ടെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ഏജ്. കാരണം അതുപോലുള്ള എക്സസൈസ്, കറക്റ്റായിട്ടുള്ള ദിനചര്യകൾ, അങ്ങനെയാ. ഞാനും എൻ്റെ മഞ്ഞണിക്കര മാമച്ചൻ എന്നുവെച്ചാൽ എൻ്റെ കെട്ടിയാണ്, ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് വീട് പൂട്ടി നേരെ ഓമല്ലൂർ വഴി നടന്ന് തിരിഞ്ഞ് കൈപ്പട്ടൂർ വഴി തുമ്പോണെത്തി ഇങ്ങനെ 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 എത്തുമ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയോ മഞ്ഞണിക്കര മാമച്ചൻ കഴുത്തി നൂരി മേശപ്പുറത്തിട്ട മാല പോലെ തളർന്നങ്ങ് കടവരാന്തേ കിടക്കും. അതെനിക്ക് താങ്ങത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും. എന്നാലും ഞാൻ അയാളെ നടത്തും. 18 വയസ്സുണ്ട്. നടത്തി 40 വയസ്സ് ഞാൻ എത്തിക്കും. അതെ, പറഞ്ഞ പോലെ എന്റെ പുറകിലുണ്ടായിരുന്നാണല്ലോ. ഈ സൗണ്ട് ഞാൻ കേട്ടതാ. അയ്യോ, ഒന്ന് ഇളകി ഒന്ന് നടക്കൊന്ന്. എന്റെ ഒരിളക്കത്തിന് നിന്നെ കെട്ടിയതാ ഞാനിപ്പോ കിടന്ന് അനുഭവിക്കുന്നത്. എന്റെ പൊന്നച്ചായ, ആ കൈ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നടക്കണം. നീ ഇങ്ങനെ കൈ വീശി നടന്നതിന്റെ ആടി ഞാൻ തെറിച്ച് വീട്ടിൽ പോയത്. അതെന്തുവാ? നിന്റെ ഈ കമ്പേ കുട്ടിയും കോലും കളിക്കുന്ന പോലെ താടിക്ക് കുത്തി ഞാൻ വീടിന്റെ മുറ്റത്ത് ചെന്നു. അവിടെ വേലക്കാരി മുറ്റം തൂക്കുമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞത് പിടിക്കാമോ എന്ന്. ഇവളെന്നെ കോരി മതിലപ്പുറത്ത് കളഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ചാടി നിൽക്കാൻ നേരത്ത് പത്രക്കാരൻ വന്ന് എന്നെ മോന്ത തീർക്കുക. പത്രം എടുത്തോ ഒറ്റയേറെ നോക്ക് ചൂടുള്ള വാർത്ത കീറിയിരിക്കുന്നു. പിന്നെ പാലുകാരൻ വന്നപ്പോഴാ ഞാൻ രക്ഷപ്പെട്ടത്. അതെന്തുവാ? പച്ചപ്പാല് പൊട്ടിച്ചു കുടിച്ച് 10 മിനിറ്റ് കിടന്നിട്ടാ ഞാൻ വരുന്നത്. എന്റെ പൊന്ന് മനുഷ്യ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിങ്ങളോട് എന്തുവാ പറഞ്ഞത്? കിടക്കാനാണോ അതോ ഇന്നും രാവിലെ എഴുന്നേറ്റ് നടക്കാനാണോ? എപ്പോഴും പറഞ്ഞ ഡോക്ടർ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുവന്നല്ലോ ചെയ്യുന്നത്. അയാളുടെ ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അത്. ആശുപത്രിയിൽ ചെന്ന് നിങ്ങളുടെ രക്തം പരിശോധിച്ചപ്പോ എന്തുവായിരുന്നു? എന്റെ ചോരക്കകത്ത് നീര്. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ എഴുതി തന്നു എന്റെ ചോര പരിശോധിക്കാൻ. ഞാൻ 8 മണിക്കൂർ എടുത്തു മെഡിക്കൽ കോളേജിലെ ലാബ് ചുറ്റിക്കറങ്ങി കണ്ടുപിടിക്കാൻ. അവിടെ ചെന്ന് ചോര ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചോരക്കകത്ത് നീര്, ചോര വെള്ളമായി എന്റെ. ആണോ? നിങ്ങൾക്ക് പറയാൻ പല കാരണങ്ങളുണ്ടായിരിക്കും, എന്നാലും നടക്കണം. നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ആശുപത്രി പോകുന്ന ഒഴിവാക്കാം, മരുന്നുകൾ ഒഴിവാക്കാം, എന്തിനേറെ പറയുന്നു, അസുഖങ്ങൾ വരെ ഒഴിവാക്കാം. എന്ത് രാവിലെ എന്നെ കിടക്കപ്പാത്ത് നീ നിന്റെ പുറകെ നടത്താമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ നടത്തും. ഇന്ന് രാവിലെ 5 മണിക്കാണ് എഴുന്നേറ്റെങ്കിൽ നാളെ വെളുപ്പിനെ നമ്മൾ 3 മണിക്ക് എഴുന്നേക്കണം. എന്നിട്ട് പ്രക്കാനത്ത് ചെന്ന് ഇലവന്തിട്ട തിരിഞ്ഞിട്ട് ഊന്നുകൽ വഴി നമ്മൾ മഞ്ഞണിക്കരയിലെത്തണം. ഇത് നമ്മൾ നടക്കുന്ന വഴിയാണോ റാസ പോകുന്ന വഴിയാണോ? എന്തോ പറഞ്ഞാലും കാര്യമില്ല. ഈ ചായ അറിയാവല്ലോ, തളർ റെസിഡൻസിയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വരുവാ. നിങ്ങളെ പരിശോധിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥാനം ഉണ്ടല്ലോ അതങ്ങ് അവർ കട്ട് ചെയ്യും. അയ്യോ, തണൽ റെസിഡൻസി എന്ന് പറഞ്ഞ പേരും അവിടെ ഒരൊറ്റ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മരമില്ല തണലിന് വേണ്ടി. ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കാ കണ്ണിലേക്ക് ചൂടടിക്കാൻ. എന്നിട്ട് പറയാം വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, മുടിഞ്ഞ ചൂടാന്ന്. നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. നിങ്ങൾ എന്ത് എക്സസൈസ്
എക്സസൈസ് ചെയ്യാത്ത എന്താ? എനിക്ക് ഈ എക്സസൈസിന്റെ കാര്യമൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ മനുഷ്യനാണെങ്കിൽ നല്ല നന്മയോടുകൂടി ജീവിക്കുക, സഹപ്രവർത്തകരെ സഹായിക്കുക, പാവം പിടിച്ചവരെ സഹായിക്കുക, ദൈവവിശ്വാസത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ 150 വയസ്സ് വരെ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഇച്ചാൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം അതുപോലെ ഭാഗ്യം ചെയ്ത ഒരാളാണ് എന്റെ വല്യപ്പച്ചൻ. 190 വയസ്സിലും രാവിലെയും വൈകിട്ടും പറമ്പിലിറങ്ങി കുഴിയെടുക്കുമായിരുന്നു. പൂച്ചയുടെ സ്വഭാവ ബാത്റൂമിൽ പോകാൻ പേടി. എടാ, ആ പറയരുത് കേട്ടോ. പുള്ളി നല്ല അധ്വാനിയായിരുന്നു. മരിക്കുന്ന സമയത്ത് എന്തോ ആരോഗ്യമായിരുന്നെന്ന് അറിയാമോ? അയാൾ മരിച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് വേണ്ടി കുഴിയെടുത്ത് അയാൾ തന്നെ അന്നോടി ആരോഗ്യം പറയാനൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ തറുതല പറയാനേ അറിയത്തുള്ളൂ. എന്നാ വീട്ടിൽ ഇരുന്ന് എക്സസൈസ് ചെയ്യുവോ? അതില്ല. ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൂസമ്മമായിട്ട് നീ അങ്ങ് കാര്യം പറയും മനുഷ്യന്. ആവശ്യം പറയല്ലേ, ഞാൻ സൂസിയോട് എന്താ കാര്യം പറഞ്ഞു? ആ സൂസു തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ അവൾ എന്നോട് ചോദിക്കും കോവയ്ക്കുണ്ടോ അച്ചായാന്ന്. ഞാൻ പറയാ മോരുകറി ഉണ്ട് തരാമെന്ന്. സൂസിയുടെ മോരുകറി എടുക്കാൻ അറിയാം. ആണോ? ഇന്നോടെ ഞാൻ നിങ്ങളുടെ മോരുകടി നിർത്തും ഞാൻ. അങ്ങനെ ഈ ഭാഗത്തൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മോര് ചോര്, പിന്നെ നിങ്ങളുടെ കോവലെല്ലാം കൂടെ വലിച്ചു പറിച്ച് ഞാൻ കളയും. ഞാൻ പറഞ്ഞേക്കാം. 5 മണിയാകുമ്പോ ഇവിടെ ഈ കമ്പ് വെച്ചിട്ട് ചക്ക വേവിച്ചിട്ട് ഇളക്കുന്ന പോലെ ഇളക്കുവാ, നടക്കാൻ പറഞ്ഞോട്ടെ. അതെ, കിടക്കാൻ നേരം ഞാൻ പറഞ്ഞു തന്നോ കൈയും കാലും ഒക്കെ ഒന്ന് ഇളക്കണമെന്ന്? അതങ്ങനെ കട്ടല് കാണുമ്പോഴേ ഇവള് ബോധം കിടും. ഞാൻ കൈയും കാലും കിட்ட ഇളക്കുന്നുണ്ട്, നീ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. എക്സസൈസ് ചെയ്യത്തില്ല, വെറുതെ പുറത്തിറങ്ങി ചോദിക്കുമ്പോ പറയാം ഇളവയിൽ കൊള്ളുവാന്ന്. അങ്ങനെ ഇളവയിൽ കൊണ്ട് കഴിഞ്ഞാൽ വൈറ്റമിൻ സി, ഡി, ബി, എ, ബി, സി, ഡി എല്ലാം ശരീരത്തിൽ കയറും. അതിനുവേണ്ടിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ പോയി ഞാൻ കസാര ഇട്ട് ഇളം വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുന്നത്. ഇങ്ങനെ ഇളം വെയിൽ കൊള്ളാനാന്ന് പറഞ്ഞോണ്ട് ഉദ്യാനത്തിൽ പോയി കസേര ഇട്ടിരിക്കും. മതില് പെയിന്റ് അടിക്കാൻ വന്ന പിള്ളേര് പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ശില്പമെന്നും പറഞ്ഞ് ഇയാളെ അടക്കം കസേര ചേർത്ത് അങ്ങ് വൈറ്റ് വാഷ് അടിച്ചു വെച്ചു. 4 പേരെ 4 ദിവസം പണിക്ക് നിർത്തിയിട്ട് ആ ചെവിപ്പുറവിലെ വൈറ്റ് വാഷ് ഞാൻ എടുത്ത് കളഞ്ഞത്. ഇവിടെ സംസാരിപ്പിക്കരുത് കേട്ടോ. നിങ്ങളെ കൊണ്ടാകും ഈ ഗ്രൗണ്ടിൽ എത്ര പട്ടിക്കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നത് നോക്കിയിട്ട് വെള്ളം ഇറക്കാൻ. മര്യാദക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തോളാനാ പറയുന്നത്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നോട് ഈ ഗ്രൗണ്ട് മോട്ടിക്കാൻ വന്നു. പറഞ്ഞത് അരക്കുറ്റി പുട്ട് കടയിൽ ഇറങ്ങി വരുന്നു. അയ്യോ, അത് പുട്ടന്റെ കറിയാ. ഏതാ കടലക്കറിയാണോ? കടലക്കറി അല്ലെന്ന്, കൈപ്പട്ടൂർ കറിയാ. കണ്ടോ, നിങ്ങളെക്കാട്ടി 4-5 വയസ്സ് കൂടുതലുണ്ട്. എന്നാലും ആ മനുഷ്യൻ പറയത്തില്ല നടക്കുന്ന നടപ്പുണ്ടോ. നടു നിവർത്തി തല പൊക്കി ഞെളിഞ്ഞാ നടക്കുന്നത്. നടു നിർത്തി തല പൊക്കി നടക്കുന്ന അവന്റെ ആരോഗ്യത്തിനല്ല, അവന്റെ അസുഖത്തിന്റെയാ. കൈപ്പട്ടൂരാറ്റി കുളി നടക്കുന്നുണ്ടോ എത്തി നോക്കുവോ അവൻ. അങ്ങേരെ കാണിക്കാനെങ്കിലും ഒന്ന് പുഷപ്പടി. ഉഷാവത്ത് പോകും പുഷപ്പടിക്കാൻ പറ്റത്തില്ലടി. എന്താ ഒറ്റയ്ക്കാണോ കിടക്കുന്നു? മൂക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എഴുതേക്കണം മാമച്ച. മൂക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, പിന്നെ ഞാൻ പുഷപ്പൂ ചെയ്യുവാ. അതെന്താ പൂവ്? അല്ലല്ല, ഇവിടെ കിടന്ന് അദ്ദേഹം പുഷപ്പടിക്കുവാന്നാ പറഞ്ഞത്. പുഷപ്പടിക്കാതെ വീട്ടിൽ പോയി 10 കഷ്ണം പുഴുക്കൊണ്ടാക്കി അടിക്കടാ. പോടാ വീട്ടിൽ. പോടാ കറിയാ. എന്താ വിളിച്ചേ? പോടാ കറിയാച്ചാന്ന്. ആ കറിയാച്ചാന്ന്. ഓക്കെ. എടാ നിന്നെ കൊണ്ട് പറ്റുപോടാ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനെ കൊണ്ട്? ഒറ്റ കിടപ്പിൽ ഞാൻ 68 എണ്ണം അടിക്കും. അപ്പൊ ഇനി 67 എണ്ണം ബാക്കിയുണ്ട്. എന്തുവാ? വെടിയടിക്കുന്നതിന്റെ എണ്ണം അല്ലേ പറഞ്ഞേ? വെടിയടിക്കുന്നല്ല പറഞ്ഞേ, പിന്നെ പഠിക്കുമെന്നാ പറഞ്ഞത്. ആണോ? ഞാൻ വിശ്വസിക്കത്തില്ല, ഇവനെ കൊണ്ട് പറ്റത്തില്ല ഈ പ്രായത്തിൽ. കറിയാച്ച അങ്ങനെ സംസാരിക്കരുത്. തെളിവുണ്ട്. എന്തുവാ? ഞാൻ വാട്സാപ്പിൽ ഒരു ഭർത്താവ് പുഷപ്പടിക്കുന്നതിന്റെ വീഡിയോ ആയിരിക്കും. അല്ല എന്റെ ഭർത്താവ് മഞ്ഞനിക്കര മാമച്ചൻ ഒരു ദിവസം 70 പുഷപ്പടിക്കും. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങൾക്കൊരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വരും. ഇത് വിശ്വസിച്ചവർക്കെല്ലാം നന്മകൾ ഉണ്ടാവും. കൊള്ളാം. ഞാൻ ഇനി ഇത് 20 പേർക്ക് സെൻഡ് ചെയ്യണമായിരിക്കും, ഇല്ലയോ? ഇല്ലെങ്കിൽ ദുഃഖവാർത്ത വരും. വിശ്വസിച്ചേ. ഇങ്ങനെയൊന്നും അല്ല കാണിക്കേണ്ടിയിരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നതിന് എന്റെ ഒരു പൊടിക്കൈ ഉണ്ട്. ആ പൊടിക്കൈക്ക് വിരലൊക്കെ ഉണ്ടോ? കുഞ്ഞു കൈ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടെന്ന്. എങ്ങനെ? എടാ ഞാൻ രാവിലെ കിടക്കപ്പായ എഴുന്നേറ്റിരുന്ന ഉടനെ വാമപ്പ. പെണ്ണുമ്പിള്ളേട്ടാന്നോ? എന്തുവാ വാമപ്പ എന്ന് പറഞ്ഞേ? വാമപ്പെന്നാണോ പറഞ്ഞത്? എടാ ഞാൻ രാവിലെ ഉറക്കത്തിൽ നെണ്ണീറ്റാൽ ഉടനെ വാമപ്പ്. വാമപ്പ എന്ന് പറഞ്ഞാ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചമ്പരം പറഞ്ഞിരിക്കുക. ഈ മൂക്ക് ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് ഈ മൂക്കിൽ കൂടെ ബ്രിജിത്ത് വലിച്ചു കെട്ടണം. അതെ, ആ സംഭവം വലിച്ചു കെട്ടണം. എന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഈ മൂക്ക് അടയ്ക്കണം. വലിച്ചു കയറ്റി ഇതുവഴി പതുക്കെ അങ്ങ് വിടണം. നിനക്ക് എല്ലാത്തിനും കേടാടാ ഇത്. വലിച്ചു കയറ്റി തന്നെ വെറുതെ വിടുന്ന അവിടെ തന്നെ കിടക്കട്ടത്. പറ്റത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് വയറ്റിൽ കിടന്ന് എന്റെ വയറ്റിൽ സസ്യജാലങ്ങൾ വളർന്നാലോ വിട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനെക്കാട്ട് കിടക്കുന്നൊരു സംഭവം ഞാൻ നേരത്തെ ചെയ്തോണ്ടിരുന്ന. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കൈ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ ശ്വാസം എടുക്കണം. അഭ്യാസം. പക്ഷെ നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു, ഇപ്പൊ ചെയ്യത്തില്ല. എന്താടാ? ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് കൊച്ചുമോൻ വന്ന് ഇക്കിളിയിട്ട് എന്റെ 6ാം ഏരി എല്ലാം കൂടെ കുലുങ്ങി എല്ലാം കൂടെ ഒടിഞ്ഞ് ഈ പരുവത്തിൽ എന്നെ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയോട് കയറ്റിയപ്പോ ഡോക്ടർമാര് പറയുവാ
ആരാടാ ആശുപത്രി കൊണ്ടുവന്ന് ചുണ്ടൻവള്ളം കയറ്റിയത്? എനിക്ക് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയതോട്ടെ പറഞ്ഞേ. ചായൻ അങ്ങനെങ്കിലും ചെയ്യുന്നുണ്ട്. അതെ. ഞാനോട് ഞാൻ പറയാം, എന്നാ എക്സസൈസ് ചെയ്യാൻ വയ്യെങ്കിലോ വിട്, എന്റെ കൂടെ യോഗ ക്ലാസ്സിന് വരാൻ. എടാ യോഗ നല്ലടാ, യോഗയ്ക്ക് കൂടാ. എനിക്ക് എടാ ഈ 10-25 പെണ്ണുങ്ങളുടെ കിടന്ന് കുത്തി വളയാൻ വേണ്ടി. അപ്പൊ നിനക്ക് അതിന് യോഗം ഇല്ല. അല്ല അത് യോഗ നല്ല കൊച്ച നല്ല. പിന്നെ എന്റെ ട്രെയിനറെ ഒന്ന് കാണണം. എത്ര ആസനങ്ങളാണ് കാണിക്കുന്നതെന്ന് അറിയാവോ? ഒരാൾ ഒറ്റയ്ക്കോ? യോഗാസനം. ട്രെയിനർ വലിയ ആസനം കാണിക്കുന്നെന്ന് പറഞ്ഞ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇപ്പം വലത്തെ കാലെടുത്ത് ഇടത്തെ പെടലിക്ക് വെച്ചു, ഇടത്തെ കാലെടുത്ത് വലത്തെ പെടലിക്ക് വെച്ചിട്ട് മൂക്കുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അറിയാൻ പറ്റാത്ത ഒരു കോഴിക്കോട് തല്ലിക്കുട്ടി വെച്ചേക്കുന്ന പോലെ. പിന്നെ അവനെ പൊക്കി പിടിച്ച റെസിഡൻസ് അസോസിയേഷനിലെ 25 പേര് ഞാനും ആശുപത്രിയിലെ 3 ഡോക്ടർമാരും കൂടെ കൂടി അവന്റെ കുരുക്കടിച്ചത്. ഇവിടെ ഇവിടെ യോഗ കളിയാക്കാൻ മാത്രമേ ഇങ്ങനെ അറിയത്തുള്ളൂ. അല്ല കറിയാ ചായ ഇന്നും നടക്കൂ. പിന്നെ എന്ന് ഞാനിത് നിരങ്ങുവന്നു. അതല്ലടാ നീ നടക്കാനായിട്ട് ഇറങ്ങുമെന്ന്. എടാ ഇറങ്ങിയാലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ നടക്കാനെന്ന്? വീട്ടിൽ നിന്നല്ലാതെ പിന്നെ എനിക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നടക്കാനെ കൊണ്ട്? നാളെ തൊട്ട് ഈ നാക്ക് കുത്തി നടക്കുക. അത് തട്ടി അതിന്റെ വിരല് പോട്ടെ. നിന്റെ നാക്കിന്റെ അനാവശ്യം പറയുന്നത് കൊറേ നാളായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് ചോദിച്ചതാണേ. അത് ഞാൻ നെയ്യാറ്റിലായിരുന്നു. നെയ്യാറ്റി കിടക്കാൻ നീ തല ചീങ്കണ്ണിയോ? ഏതാണ് പറഞ്ഞത്? എടാ നെയ്യാറ്റിലല്ലേ എന്റെ മോൻ, നെയ്യാർ ഡാമിലല്ലേ അവൻ ജോലി. എന്ത് ജോലി അവന്? അവൻ നെയ്യാർ ഡാമിന്റെ ഷട്ടർ ഓപ്പറേറ്റർ. എടാ ഇല ഏറി ചേർക്കാനുണ്ടായിരുന്നില്ലടാ. ആ ഇളയ മോന് നോവ. പെടലിക്കാൻ നോവാ വയറിനാ തന്നു. എന്തുവാ അവന് നോവാന്ന് പറഞ്ഞേ. നോവ പറഞ്ഞത്. അവൻ നോർവ. ഇടയ്ക്കൊരു ഇറുണ്ടായിരുന്നു, കേട്ടില്ലേ നീ? നിന്റെ ഇറ് കേട്ടാ നിൽക്കുവാ ഞാൻ. നീ ഇങ്ങനെ രാവിലെ ഇറങ്ങിപ്പോഴേ ഈ മാടത്തെ കൊണ്ടുവന്നില്ലയോ? ഇല്ല, എന്റെ ചെറുക്കന്റെ അടുത്ത് വന്നപ്പോ ഒരു തത്തമ്മയെ കൊണ്ടുവന്നായിരുന്നു. അതല്ലടാ ഈ മാടത്തെ നടത്താൻ കൊണ്ടുവന്നില്ലയോ? മാടത്ത് നടക്കുമല്ലോ, ചിറകടിച്ച് പടക്കൂല്ലേ? എടാ നിന്റെ കെട്ടിയോളെ നടത്താൻ കൊണ്ടുവന്നില്ലയോ എന്ന് ചോദിച്ചേ. അയ്യോ എന്റെ കെട്ടിയോള്. എടാ അവളെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്താ? അവള് 2 ചുവട് നടന്നു കഴിഞ്ഞാൽ മാറി നിന്ന് വലിക്കും. 3 ചോട് നടത്തരുത്. എന്താ? അവള് മാറി നിന്ന് കുടി തുടങ്ങും. വലിയ ആ കുടിയുടെ കാര്യമല്ല. എടാ മോടെ അടുത്ത് പോയ അവള് വാഷിംഗ്ടണിലും വാഷിംഗ്ടണിലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് വലിച്ചു വാരി തിന്നിപ്പോ 2 ടണ്ണുണ്ട് അവള്. അതുകൊണ്ട് ഈ നടന്നു കഴിഞ്ഞാൽ കിതച്ചിട്ട് നിന്ന് വലിക്കും. അതാണ് പറഞ്ഞത്. അതൊക്കെ അതിനെ കൊച്ചെവിടെ ഇപ്പം? മൂത്ത മോള് മീന പണിയാറ്റില്ല. പണിയാറ്റി മാത്രമല്ലല്ലോ, എല്ലാ ആറ്റിലും മീനുണ്ടല്ലോ. കൊച്ചിന്റെ പേരാ പറഞ്ഞത് മീനെന്ന്. ആ മീന. ഇളയതോടാ. രണ്ടാമത്തെ അവള് സീന. നല്ല കിടുക്കൻ പേര്, ന്യൂ ജനറേഷൻ പേര്. അതല്ല അവള് ഭയങ്കര സീനാന്ന്. അവളെ കെട്ടിയോന്റെ വീട്ടിൽ നിന്നില്ല, ഇങ്ങ് പോരുവാ. എന്തുവാ? അവളെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അമ്മായിമ്മ വഴക്ക് പറയാടാ. അല്ല അവൾ എന്തുവാ ഈ എടുക്കുന്നത്? അമ്മായിമ്മയുടെ താക്കോലും മാലയൊക്കെ അവള് കട്ടെടുക്കും. മോട്ടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് സീനാ പോലും. വെയിലുറച്ചു വരുന്നിടം വരെ ഇങ്ങനെ നിന്ന് കാര്യം പറയാനാന്നോ? വന്ന കാര്യം അങ്ങ് മറന്നുപോയോ? ഞങ്ങളുടെ കൂട്ടുകാർ തമ്മിൽ കണ്ടില്ല. ഇപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യം പറയട്ടെ. എക്സസൈസ് ചെയ്യാൻ ഇറങ്ങിയാന്ന് എക്സസൈസ് ചെയ്യണം ചായ, അല്ലാതെ ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കരുത്. നിനക്ക് ചെയ്യണമെങ്കിൽ നീ പോയി ചെയ്യടി. കണ്ടോ കണ്ടോ എന്തോ പറഞ്ഞാലും ഇങ്ങനെ അങ്ങ് ദേഷ്യമോ കറിയോ ചായ. എത്ര നാളാന്നറിയോ ആ മുഖത്ത് ഞാനൊരു ചിരി കണ്ടിട്ട്. നമ്മള് VIP ചിരിക്കുവോ? അയ്യോ ഒരിക്കലും ചിരിക്കത്തില്ല. ചിരിച്ചാൽ ചിലപ്പോ നമ്മുടെ കയ്യിലെ കാശ് കുറഞ്ഞു പോയാലോ. അവിടെ ഇരിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ കോട്ടിട്ടിട്ട് ഫ്രണ്ട് കസാറ ഇരുന്ന് കഴിഞ്ഞാൽ ചിരിക്കട്ടെ. അതെ ചിരി ആയുസ് കൂട്ടുവന്ന. നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റേ. ഇരി ആയുസ് കൂട്ട് വന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആയുസ് കളയാ മനുഷ്യനെ. ഒന്ന് എഴുന്നേറ്റേ. ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കാം. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഫ്രീ ആയിട്ട് കൂളായിട്ടൊന്ന് നിന്നേ. ഒരു തെറാപ്പി ഉണ്ട്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഒന്ന് കൂളായിട്ട് നിന്നിട്ട് പുറന്നോട്ട് മലിച്ചിട്ട് ഉറക്കെ ചിരിക്കണം. കാണിച്ചു തരാം. ചിരിച്ചേ. റിപ്പീറ്റ് വൺസ് മോർ. ചിരിക്ക. ആ അങ്ങനെ തന്നെ. ഇനി പരസ്പരം നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിക്ക. അതെന്തോ അത്? അങ്ങനല്ലത്. പരസ്പരം ഇച്ചായൻ കറിയാച്ചാന്റെ മുഖത്ത് നോക്കി തണ്ടിങ്ങനെ ചായൻ അങ്ങോട്ടും ചെയ്യ. നിങ്ങളും അങ്ങനെ പരസ്പരം ചെയ്തേ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ. അങ്ങനെ ഫ്ലോറടക്കം ചിരിച്ചിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യേ. ഞാൻ എന്തോടാ ആക്കി ഒരു ചിരി? എക്സസൈസിന്റെ ഭാഗമായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോ നീ എന്തോടാ ആക്കി ഒരു ചിരി? എടാ നിന്റെ അഹങ്കാരം എന്തുവാന്നറിയാം? 10 വർഷമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതിന്റെ അഹങ്കാരം അല്ലയോടാ മാമച്ച നിനക്ക്? ഞാൻ അവിടെ തരകത്തിലടാ. ഞാൻ തീരുന്നോളം പറയാൻ നിനക്ക് എന്തുവാ? എടാ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് നിന്നെ ഞാൻ അവിടുന്ന് വലിച്ചു പറിച്ച് തോട്ടി കളയണം. നീ കണ്ടോ? നീ നോക്കിയാൽ നടക്കത്തില്ല. നിന്റെ അപ്പ നോക്കിയാൽ നടക്കത്തില്ല. എടാ പോടാ, നിനക്ക് ഞാനൊരു അവാർഡ് അങ്ങോട്ട് തന്ന് നിന്നെ ഒതുക്കാനാ തീരുമാനിച്ചേക്കുന്നത്. എന്തോ അവാർഡ്? സീനിയർ സിറ്റിസണിനുള്ള അവാർഡ് നിനക്ക് തരാം. നിനക്ക് വേണോ അത് അവാർഡ്? എന്തുവാ? നിനക്ക് എന്നെക്കാളും കൂടുതൽ പ്രായം. ഓടാ അവിടെ നിനക്കാ പറയക്കുള്ളൂ. നിനക്കാടാ പ്രായം. എടാ നിനക്കാടാ പ്രായം. ഞാൻ ചില നരച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പ്രായമില്ലടാ. എടാ ഞാൻ എന്നെ പാളെ വലിച്ചോണ്ട് നടന്നപ്പോ നീ പരമ്പേ കൂടെ ഓടുവാടാ. എടാ നീ വരമ്പാലോടുമ്പോ ഞാൻ തരമ്പാൽ ഓടുന്നേ ഉള്ളൂ. ഇത് കേട്ടോ എന്തുവാ? പരുത്തി കൃഷി പോലെ നെറ്റത്തെ രോമം ധരിച്ചിരിക്കുന്നത്. ഇവനാ പ്രായമുള്ളത്. എടാ പോടാ. എടാ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ നീ 10ാം ക്ലാസ്സിലാടാ. ഇവനാണ് പ്രായമുള്ളത്. ഇവനാണ് പ്രായം. ഇവനാണ് പ്രായം. കുട്ടി നീ ആരുടെ സൈഡ് നിൽക്കില്ല. പറയട്ടെ ആർക്കാണ് പ്രായമുള്ളത്? പ്രായം നിനക്കില്ല. പ്രായം നിനക്കില്ല. പ്രായം കൂടുതൽ. എന്താ പരിപാടിയാ നിങ്ങൾ കാണിച്ചത്? പിന്നെ എനിക്ക് പ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂ. എന്റെ ദൈവമേ. ഇച്ചായ എനിക്കാ പ്രായം കൂടുതൽ. ഇതുപോലെ ഓടാൻ അവൻ അറിയത്തില്ല.
ഇച്ചായ എന്താ പറ്റി? അവൻ പോയോ? ആ ഓടിപ്പോയി. അവൻ പോയത് കാര്യമായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ആ സീനിയർ സിറ്റിസണും സീരിയസ് ആയ സിറ്റിസണും. നല്ലായിരുന്നു കേട്ടോ, നല്ല രസമുള്ള ഒരു സംഭവമായിരുന്നു. കാര്യം വെളുപ്പിനെ സമയത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ അറിയാം ഈ കാട്ടിക്കൂട്ടിയതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അല്ലേ. കുറേ ഫാമിലികൾ ഇങ്ങനെ നടന്നു പോകുന്നു. ആ ഒരു സബ്ജക്റ്റ് നിങ്ങളെടുത്ത് നല്ല രസമായിരുന്നു. ഇടയ്ക്ക് ഒരു ശക്കലം വലിഞ്ഞു ഇച്ചിരി ലെങ്ത് കൂടി പോയെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫ് അല്ലേ മനോജേ? കുറച്ച് ആ ഭാഗങ്ങൾ ഇച്ചിരി ഡള്ളായി പോയി. കാര്യം നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു മൂഡേ വന്നുള്ളൂ, ചിരിക്കാനായിട്ടുള്ളൊരു ഏരിയ കിട്ടിയില്ല. പക്ഷെ തുടക്കം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റായിരുന്നു, നല്ല സിറ്റുവേഷനായിരുന്നു. 3 പേര് നല്ല ഗംഭീരമായിട്ട് അത് ചെയ്യുകയും ചെയ്ത്. ആദ്യത്തെ ആ പോർഷനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. സുമി ആദ്യം വന്നു, സുമിയുടെ ആ ഒരു പോർഷൻ. പിന്നെ അച്ചായം വരുമ്പോൾ ഈ ഒരു പാറ്റേണിലെ അച്ചായം വരുവുള്ളൂ എന്ന് നമുക്കറിയാം. കാര്യം ആദ്യമേ പുള്ളിയുടെ പ്രായവും ആ ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് പിടിച്ചാണ് മനോജ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും 3 പേരും ഗംഭീരമായിരുന്നു. അനീഷ് ഗംഭീരമായിരുന്നു, മനോജ് ഗംഭീരമായിരുന്നു, സുബി ഗംഭീരമായിരുന്നു. ഈ ഒരു പ്രശ്നം ഒഴിച്ചാൽ അടിപൊളിയായിരുന്നു ആ ഒരു ലാഗ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉഗ്രൻ സ്കിറ്റായിരുന്നു. ഇടവേളകളിലാണല്ലോ ഞാനിവിടെ വരുന്നത്. വന്നു കഴിയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ടീം കോമ്പിനേഷൻ, ആ കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ. ഒരാളൊരു സാധനം പറയുമ്പോൾ ആ ഒരു ടൈമിംഗ് ഒക്കെ അപാരമായിരുന്നു. പിന്നെ നമ്മുടെ മനോജിൻ്റെ എൻട്രി, അദ്ദേഹത്തിൻ്റെ ആ ഒളിഞ്ഞുനോട്ടം തൊട്ടിട്ടുള്ള, അതായത് ഓരോ ക്യാരക്ടേഴ്സും വരുമ്പോൾ അതിനകത്തൊക്കെ നല്ല നല്ല തമാശകൾ ഉണ്ടാക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മനോജ് പറയുന്നുണ്ട് ആയുസ് കളഞ്ഞിട്ടാണ് ഇവിടെ ഓരോരുത്തർ ചിരിപ്പിക്കാൻ. ഇടയിൽ കൂടെ ഒരു വിഷമം. സത്യത്തിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും കൗണ്ടറുകൾ പിറക്കി എടുത്തിട്ട് അസാധ്യമായ ചില സ്കിറ്റുകൾ ഉണ്ടാക്കുന്നത്. എന്താണ് നിങ്ങളുടെ തെറാപ്പി? എന്താണ് മനോജ് പറ. കണ്ടന്റ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ മാറ്റി തിരിച്ചും ക്യാരക്ടറിനെ മാറ്റി തിരിച്ചും നോക്കും. അത് ശരിയായില്ലെന്ന് ആ കണ്ടന്റ് പറഞ്ഞ് വേറെ കണ്ടന്റ്. ശരിക്കും അതും ഒരു എക്സസൈസ് ആണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്? അത് ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളെ 3 പേർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഓരോരുത്തർ കൗണ്ടർ എന്തെങ്കിലും വിചാരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ ഇട്ടേക്കും. ഇതിനകത്ത് കൗണ്ടർ തെറാപ്പിസ്റ്റ് ആരാണ്? ഞങ്ങൾ 3 പേരും കൂടെ. 3 പേരും കൗണ്ടർ ഉണ്ടാകും. സുമി ഉണ്ടാകുമോ? സുമി ഉണ്ടാക്കും. ആണോ? സുമി ഉണ്ടാക്കിയൊരു തമാശ പറഞ്ഞു ഇതിനകത്ത്. സുമി ഉണ്ടാക്കിയതാണ്. പിന്നെ വെളിയില് ഇളംവെയിൽ കൊള്ളാണ്ടിരിക്കുമ്പോ പെയിന്റ് അടിക്കത്തില്ല. നല്ല അതാ വിഷ്വലൈസ് ചെയ്ത് കാണണം. വിഷ്വല് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാകുന്നത്. ഈ രാവിലത്തെ ഒരു നടത്തത്തിനകത്ത് ഇത്രയും തമാശകൾ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അടിപൊളിയായിരുന്നു. മനോജ്, സുമി, അജേഷേ നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സെൻറ്റർ സമയത്ത് ഒരു നടുഭാഗം വെച്ചപ്പോൾ കുറച്ച് തളർച്ചയുണ്ടായിരുന്നു. അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്കിറ്റ് ഉടനീളം നല്ല ചിരിയുള്ള സ്കിറ്റായനെ. ആദ്യം വന്നപ്പോൾ സുമിയും മനോജും സുമി ആദ്യം വന്നപ്പോൾ തന്നെ കുറേ കൗണ്ടറുകളൊക്കെ പറഞ്ഞിരുന്നു ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിൽ നിന്ന് ഊരി വെച്ച ടേബിളിൽ വെച്ച മാല പോലെ. അത് കാരണം ആ തളർച്ച എന്താണെന്നുള്ളത് മനോജ് ഹസ്ബൻഡ് പുറകെ കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഉഗ്ര എൻട്രി ആയിരുന്നു കേട്ടോ മനോജിൻ്റെ. അതേപോലെ തന്നെ ആയിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഈ 2 ഭാഗത്തും ഈ നടുഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം അവസാനം പൂക്കുറ്റിയായിരുന്നു. ഭയങ്കര അവസാനമൊക്കെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ആ ലാഫിങ് തെറാപ്പിയില്ലേ, അതിൽ കയറി പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്ട്രഗ്ലിങ്ങിലേക്ക് പോകൂലേ, അത് തന്നെ ആക്കി ചിരിച്ചാണല്ലോ. അത് നിൽക്കുന്ന ഇത്ര വിഷം അതുമ്മ കയറി പിടിച്ച് ഒരു പ്രശ്നത്തിലേക്ക് വരുക, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അജേഷ് വരുമ്പോൾ അരക്കുറ്റി പുട്ട് വരുന്നു. അത് കറക്റ്റാണ്. കാരണം നല്ല തമാശയായിരുന്നു, നല്ല ബ്രില്യൻ്റ് തമാശയായിരുന്നു. കാരണം കറക്റ്റ് വെള്ള അതിൻ്റെ ഇടയിൽ ചെറിയൊരു എന്താണ് പറഞ്ഞാൽ തേങ്ങാപ്പീര അത് വെച്ചിട്ടുള്ളൂ. ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ പണിയാൻ അറിയാത്ത ആളുകൾ കോഴിക്കോട് പണിത ഔക്കറായിരുന്നു. ആ സെൻറ്റർ ഒന്നും കൂടി നിങ്ങൾ ചുരുക്കിയിട്ട് കുറച്ചുകൂടി കൗണ്ടർ കയറ്റിയെങ്കിൽ ഇതൊരു ഭയങ്കര 100 സ്കിറ്റായിരുന്നു തന്നെ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. 3 പേരും നല്ല മത്സരിച്ച് തന്നെ പ്രകടനം കാഴ്ചവെച്ച് അടുത്ത സ്കിറ്റിൽ നല്ല ഗ്രാൻഡായിട്ട് വരുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? നസീർക്ക. ഞാനൊരു 15,000 രൂപ കൊടുക്കുക. 15,000 രൂപ. അടുത്ത ആരാ മാർക്ക് തരുന്നത്? ഞാനും 15. അപ്പോൾ ടോട്ടൽ 30,000. ബാക്കി ഞാൻ കൊടുത്തോളൂ. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. അടിപൊളി, ഉഷാറായിട്ട് പോട്ടെ. അടുത്ത ഇതിൽ കൊണ്ട് ചിരിപ്പിക്കാൻ പറഞ്ഞു. ഓക്കെ, ഒന്നായി.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡിയാണ്. അടുത്ത ടീമിനെ വിളിക്കട്ടെ. ഞങ്ങൾ റെഡിയാ. മണിക്കുട്ടി ചേട്ടനുണ്ട്, മായുണ്ട്, കൂടെ അനീഷുണ്ട്. ഒരാൾ നല്ല കൈഡി. വല്ലാത്തൊരു യോഗം തിരുവാർദ്ധത്യ പുരാണം ഇതിലെല്ലാം പുലിവാഴും കൊല്ലാപ്പിൻ കാലം ചൊല്ലാനും നാണം ഇനി എന്തെല്ലാം കേളും. രാവിലെ ഇറങ്ങിയതാ ഞാൻ വീട്ടിൽ നിന്ന്. ഞാൻ പിന്നെ കാട്ടിയെന്നാണ് ഇറങ്ങിയത്. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാർന്നു, തിന്നാർന്നോ? ഉണ്ടാക്കി വെച്ചെങ്കിൽ പറയണമായിരുന്നു. അല്ലാതെ എങ്ങനെ ഗ്യാസ് കേറുവേ. ഏറട്ടെ, ഗ്യാസ് കയറി ചാവട്ടെ, ആർക്കാ ഛേദം? എന്നാ കഴിക്ക്. അപ്പൊ ഉപ്പുമാവ് പൊതിഞ്ഞോണ്ട് വന്നായിരുന്നല്ലേ? ഉപ്പുമാവല്ല, ഗ്യാസിന്റെ ഗുളികയാ. ഇവിടെ ചെന്ന് ഗ്യാസ് കയറി ചാവാ നിക്കണ്ട. ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചത്താ മതി. കോഴിക്കൂട് അടച്ചാർന്നോ? ഇല്ലായിരുന്നു. കഴിക്കെന്നാ കുരുവോ? ഞാൻ കോഴിക്കൂട് അടയ്ക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ അതിനകത്തിരുന്നുണ്ട് കോഴി പറയാ ഞാൻ ഇതിനകത്തുനിന്ന് കുറ്റി കിട്ടോളാവുന്നു. ആടിനെ കെട്ടിയായിരുന്നോ? ഇല്ല, ഞാൻ 40 കൊല്ലം മുമ്പ് ഒരു പോത്തിനെ അങ്ങ് കെട്ടി. ആടിനെ അഴിച്ച് കെട്ടിയായിരുന്നോ എന്നാ ചോദിച്ചത്. ഇല്ല, ആടിനെ കെട്ടാൻ ചെന്നപ്പോഴേ ആട് പറയാ കെട്ടുപ്രായം ആയിട്ടില്ലെന്നും പറഞ്ഞ തറയെ കിടന്നുകൊണ്ട് ഉരുണ്ട് കരയുവാ. അപ്പൊ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ, ഞാൻ ഇങ്ങോട്ട് അങ്ങ് പോന്ന്. തർക്കുത്തര കോമഡി ആയിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുക. എന്തുവാ? ഒരു കടവാവിൽ ഇങ്ങോട്ട് പറന്നു വരുന്നെന്ന് തോന്നുന്നു. അയ്യോ, അത് വക്കീൽ. ഹലോ. മോളു, ഞാൻ ഓഫീസെത്തി. വിളിക്കാത്തതോ? അയ്യോ, ഞാൻ ഡ്രൈവിലായിരുന്നു. മറൈൻ ഡ്രൈവ് അല്ലടി, കാർ ഡ്രൈവ് കൊണ്ടിരിക്കുവായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കണം കേട്ടോ. മൂത്തിരുന്ന് കഷഞ്ഞോ, കാത്തിരുന്ന് മുഷിഞ്ഞോന്ന്. എന്താണ് കേസ്? ഡൈവേഴ്സ് വേണം. ആർക്ക്, മോനാണോ മോക്കാണോ? കുഞ്ഞിമോൾക്കാ. കുഞ്ഞുമോനാ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഞാനാ കുഞ്ഞിമോള്. ഞാനാ കുഞ്ഞുമോൻ. അല്ല, ഈ വയസ്സായ നിങ്ങൾക്കാണോ ഡൈവേഴ്സ്? എന്നാ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ ഡൈവോഴ്സ് ചെയ്യുന്നേ? ഇങ്ങേര് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുവല്ലയോ? അമ്മച്ചിയാ? നാളെയോ മറ്റന്നാളോ ഒന്നും പറഞ്ഞിരിക്കും. ശരി, ഓക്കെ. നിങ്ങളെ ഫാമിലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താണ്? ഇങ്ങേരെ കെട്ടിയ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നവാ. എന്നായിരുന്നു കെട്ട്? എന്റെ മോനെ രംഭത്തിലാണോ മകരന്തത്തിലാണോ അമ്മയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ മഴയുള്ള ഏതോ മലയാള മാസമായിരുന്നു. മലയാള മാസത്തിന്റെ പേര് പറഞ്ഞു കേട്ടോ, രംഭത്തിലാണോ എന്ന്. എടി, മഴയുള്ള മാസമാണേ അത് അവളോടൊപ്പം ഇരുന്ന എന്റെ നാക്കല്ല, ഞാനും പഴിച്ചു പോകും. എന്റെ അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു അത് പറ. എവിടെ കയറി പോണ്? കല്യാണം എങ്ങനെ കഴിഞ്ഞെന്നല്ലയോ കുഞ്ഞു ചോദിച്ചേ? ആദ്യം അമ്മച്ചിയെ നാദസ്വരം ഇറക്കി താഴെ വെക്ക്. തകിലങ്ങോട്ട് വൈ. ഞാൻ ചോദിച്ചത് താലി കെട്ടി എവിടെയാ? കഴുത്തേ വെച്ച്. കഴുത്തിന് ചുറ്റും നാക്കുള്ള ഓളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പച്ചനോട് ചോദിക്കാം, താലി കെട്ടി എവിടെ വെച്ചാ? അഴുത്ത വെച്ച് അവള് പറഞ്ഞില്ലേ? അതല്ല. അതായത് നിങ്ങളുടെ കല്യാണം എവിടെ വെച്ചായിരുന്നു അത് പറഞ്ഞാൽ മതി. ഓഡിറ്റോറിയം. അത് കെട്ടി രക്ഷപ്പെട്ട്. അപ്പൊ ഇനി നിങ്ങളുടെ കല്യാണം നടന്ന് ഇത്രയും മുതലായി, എവിടെ മുതലാണ് പ്രശ്നം തുടങ്ങിയത്? ഒരു തീർത്ഥയാത്രയ്ക്ക് പോയവിടെ മുതൽ പ്രശ്നം തുടങ്ങി. എവിടെ തീർത്ഥയാത്ര പോയി? ഗോവ. ഗോവയിലാണോ തീർത്ഥയാത്ര പോകുന്നത്? എന്റെ കാശ് തീർത്ഥയാത്ര. ആ തീർത്ഥയാത്ര അവിടെ ചെന്നപ്പോ ഉണ്ട്, അവിടെ ഈ കടപ്പുറത്ത് സ്വിമ്മിംഗ് പൂളിലും ഒക്കെ സായിപ്പും മാതാമയൊക്കെ നിക്കറും ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമല്ലോ. ഇത് കണ്ടപ്പോ എവക്കൊന്ന് കുത്തി മറിയണം, എവക്ക് ബർമുഡ ഇട്ടോണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന്. പിന്നെ എനിക്കും വേണ്ടടാ കൊച്ചെ വസ സ്വാതന്ത്ര്യം. അത് പറയാൻ പോലും അമ്മച്ചിക്ക് വയ്യ. പിന്നെ എന്ത് ചെയ്യാനാ? അവിടെ നിർബന്ധം കാരണം ഞാൻ എന്റെ പാളക്കരേന് അണ്ടർവെയർ ഊരി അവക്ക് കൊടുത്ത്. അപ്പൊ അപ്പച്ചനാ? എനിക്ക് വേണ്ട ഒരു സ്വാതന്ത്ര്യമൊക്കെ. സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, പിന്നീട് ഉണ്ടായ കാര്യം പറ. അവൾ ബർമുഡ ഇട്ടോണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിനകത്ത് താറാവ് കിടന്ന് നീന്തണക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നീന്തി കളിക്കുന്നു. ഇത് കൊള്ളാവോ ഈ പ്രായത്തില്? എന്നതാ എന്റെ പ്രായത്തിന് ഒരു കുഴപ്പം? ഇപ്പോഴല്ലേ വയസ്സായത്. കൊച്ചനെ ചെറുപ്പത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാൻ? ഞാനൊന്ന് ജനിച്ചിട്ട് പോലുമില്ല. ചെറുപ്പത്തിൽ ഞാനല്ലയോ നിന്നെ വന്ന് കണ്ടത്. ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എന്തൊക്കെ ചക്കര വർത്താനം പറഞ്ഞതാന്നറിയാവോ? നിങ്ങൾ പറഞ്ഞില്ല? ശ്രീവിദ്യയുടെ നടത്തം, ശീലയുടെ കണ്ണ്, ജയഭാരതിയുടെ നുണക്കുഴി, ഉണ്ണിമേരിയുടെ മൂക്ക്, ഇതൊക്കെയാ എന്നെ കണ്ടപ്പോ പറഞ്ഞത്. ഒരു വസ്തു കച്ചവടം നടക്കാൻ വേണ്ടി നമ്മൾ വസ്തുവിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ എയർപോർട്ട് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ലുലു മാൾ ഉണ്ടെന്നൊക്കെ പറയത്തില്ലയോ? അത് കച്ചവടം നടക്കാൻ വേണ്ടി അന്ന് കരുതിയാ പോരായോ? സ്നേഹമില്ലാത്തോനാ കൊച്ചേ, ഇങ്ങനെ സ്നേഹമില്ലാത്തോനാ.
വർത്താനം പറഞ്ഞത്? സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എന്നാ പിന്നെ എന്റെ പിറന്നാളുടെ ഡേറ്റ് എന്നാന്നൊന്ന് പറഞ്ഞേ. ഒരാവശ്യം വന്നപ്പോ പുല്ല് എവിടെ പോയിരിക്കാം? ഏപ്രിൽ 29. എഴുതി വെച്ചിട്ടുണ്ടോ? അത് സ്നേഹമില്ലാത്തോണ്ടാണോ? സ്നേഹം ഉണ്ടാകണ്ടല്ല. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞ അവള് ചെലവായി കയറിഞ്ഞ് എന്റെ തല പൊട്ടിച്ച് ആശുപത്രി കിടന്നായിരുന്നു. ആ ആശുപത്രി ബില്ല് അതിനകത്ത് ഡേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല കൊച്ചെ. അല്ല, അത് ഞാൻ വേറെ കാര്യം പറയാം. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, ഈ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ബസ് യാത്ര പോലെയാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, ബസ് കാത്ത് നിൽക്കുമ്പോൾ ആദ്യം ഒരു ഓർഡിനറി ലോക്കൽ ബസ് വരും. നമ്മൾ ചാടി അതിനകത്ത് ടിക്കറ്റ് എടുക്കും, ബസ് പുറപ്പെടും. പിന്നെയാണ് വരുന്നത് ഈ പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ്, ഡീലക്സ്, എയർ ബസ് എന്നാ നമുക്ക് ഇതിൽ നിന്ന് അതിൽ കയറാൻ പറ്റുമോ? നമ്മൾ ഓൾറെഡി ഈ ലോക്കലിൽ കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞില്ലേ? അതെന്താണ് വക്കീലെ, മനുഷ്യന്മാര് 4 കാര്യത്തിലാ സംതൃപ്തി ഇല്ലാത്തത്. ഏത് കാര്യം? കാറ്, മൊബൈല്, TV, ഭാര്യ. ഈ 4 കാര്യത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എപ്പോഴും കണ്ടവന്റെ കയ്യിലായിരിക്കും. ഇതിപ്പോ ഇവിടെ പറയാൻ കാര്യം അല്ല, വക്കീൽ ഇങ്ങോട്ടൊരു ഉദാഹരണം പറഞ്ഞു, ഞാനും അങ്ങോട്ടൊരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം പണ്ടൊക്കെ ഇങ്ങേരിക്കേ ഊണിലും ഉറക്കത്തിലും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഊണും ഇല്ല ഉറക്കവും ഇല്ലടാ. 40 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. 40 വർഷമായി എന്റെ അമ്മ വീട് വിട്ട് ഇറങ്ങിയിട്ടല്ലേ. കണക്കായി പോയി. ഇങ്ങനെ എന്നെങ്കിലും നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ? ഞാൻ പ്രാർത്ഥിച്ചിട്ടാ കിടക്കുന്നത്. ഞാൻ ബോധവും പ്രേതപ്രാതൊന്നും കാണാൻ. അല്ല, ഈ പ്രാർത്ഥിച്ചിട്ട് കിടന്നാലേ നമ്മൾ ആരും ദുസ്വപ്നം ഒന്നും കാണൂല. ഇപ്പളാ ഇങ്ങേർക്ക് ഞാൻ ദുസ്വപ്നായത്. പണ്ടൊക്കെ ഇങ്ങേര് ഉറങ്ങണമായിരുന്നെങ്കിൽ ഞാൻ പാടണമായിരുന്നു. ഏത് പാട്ട്? ആന്തോളനോ ദോളനോ അരിതരു ഭഗവാനാന്ത്രോളനോ. ആന്ധ്രന്നൊക്കെ പറയണ്. അപ്പച്ച അമ്മച്ചി പാട്ട് നിർത്തി, ഉറക്കവും നിർത്തി. നന്നായി. അതെ, എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ മോളു, കൃഷ്ണന്റെ കടയിൽ പോണെന്നോ? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് പോകേണ്ട കാര്യമുണ്ടോ? നിനക്ക് പോയി ആവശ്യമുള്ള സാധനം മേടിക്ക്. അത് തന്നെ വൈഫാ വിളിച്ചത്. അവൾക്ക് കൃഷ്ണേട്ടന്റെ കടയിൽ പോകണമെന്ന്. അമ്മച്ചി നോക്കി, ഈ കടയിൽ പോണ കാര്യത്തിലൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാത്ത വല്ല കാര്യമുണ്ടോ? കണ്ടുപടി. കണ്ടാ ആ പുള്ളിക്കാരന്റെ ഭാര്യ കൃഷ്ണേട്ടന്റെ കടയിൽ പോകുന്നതിന് ചോദിച്ചിട്ടാ. അതാണ് അന്തസ്. ഇപ്പോഴത്തെ കാലത്ത് എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? പെൺകുട്ടികളായ സ്വാതന്ത്ര്യം വേണം. അവര് പോയേച്ചും മിച്ചം വരട്ടെ. സ്വാതന്ത്ര്യം ആ കുഴപ്പം ചെയ്യുന്നത്. കൃഷ്ണേട്ടനെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്നു, ദിവസവും കാണുന്നു, സംസാരിക്കുന്നു, സ്നേഹമാവുന്നു. അങ്ങനെ ഒരു സൗഹൃദമൊക്കെ വെച്ചിട്ട് എടി വെച്ച എന്നാ വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാ. ഇങ്ങനെയൊക്കെ പറയാ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊക്കെയാണേ. വെറുതെ അങ്ങ് പറയോ സിനിമയ്ക്ക് പോണെങ്കിൽ പോട്ടെ അങ്ങോട്ട്. സിനിമയ്ക്ക് പോന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവം. അല്ല, അതെ, കൃഷ്ണേട്ടന്റെ കട ഇപ്പൊ പോകണ്ട കേട്ടോ. ഞാൻ വൈകുന്നേരം വരുമ്പോ സാധനം മേടിച്ചോണ്ട് വരാം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു വെച്ചത്? മറന്നു വെച്ചതോ? മറന്നു വെച്ചതല്ല, പറഞ്ഞു വെച്ചത്. പറഞ്ഞു വെച്ചത് എന്റെ കൊച്ചേ ഇങ്ങേർ കൊടുക്കാത്ത ശാഠ്യവാ. അത് മറ്റേ വയസ്സായ ആൾക്കാരെ ചില കൊച്ചുങ്ങളെ സ്വഭാവമാണ് ശാഠ്യം. എനിക്ക് എന്തോ ശാഠ്യം. നിർബന്ധ ബുദ്ധിയാണെന്നറിയാമോ? അയ്യോ, എന്റെ നിർബന്ധ ബുദ്ധി ഒന്നുമില്ല. ഇങ്ങേരെ നിർബന്ധ ബുദ്ധിയാ. നിർബന്ധ ബുദ്ധി അതറിയണമെങ്കിലേ അങ്ങേരെ മൊബൈൽ ഒന്ന് പിടിച്ച് പറിച്ചാണ്. അത്രേ ഉള്ളതാ. മൊബൈൽ കൊടുത്തത് ഭാഗ്യായി. ഇല്ലേ ഇങ്ങേര് ഇവിടെ കിടന്നു പെടുത്തേനെ. അഹമ്മദാബാദ് പറയാന്ന് വിചാരിക്കരുത്. അഹമ്മദി പറയാണെന്ന് വിചാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. നാക്ക് പഠിക്കത്തില്ലല്ലോ. നാക്ക് പഠിച്ചാലല്ലേ നാക്കൊളക്കാതിരിക്കൂ. നാക്കൊളക്കാതിരിക്കുന്നത് രണ്ടും കക്കണ, രണ്ട് കണക്കാ. എന്തുവാ ദാണ്ട കോള് വരുന്നു. ഹലോ. ആ, വൈകുന്നേരം താമസിക്കുമെന്നോ? എടി, വൈകുമ്പോഴാണല്ലോ താമസിക്കുന്നത്. ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലേ, നേരത്തെ വരും. ഭാര്യ എന്റെ അവള് വിളിച്ചു ചോദിക്കാ വൈകുന്നേരം താമസിക്കുമെന്ന്. അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കറക്റ്റ് നേരത്തെ ഇവിടെ ചെല്ലുമല്ലോ. അതിനകത്തൊരു കാര്യമുണ്ട്. വക്കീല് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആ കൊച്ചിന് വീട്ടിൽ കയറണ്ടായോ? അതുകൊണ്ടായിരിക്കും എപ്പോഴാ വരുന്നതെന്ന് വിളിച്ചു ചിലപ്പോ ആ കൊച്ചു സിനിമയ്ക്ക് എങ്ങാനും പോയി കാണും. അവളെങ്ങും പോയിട്ടില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, മുമ്പേ കൃഷ്ണേട്ടന്റെ കടയിലോട്ട് പോയില്ലായിരുന്നു. പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ചിലപ്പം കൂടെ പഠിച്ച ആരെങ്കിലും വരുമായിരിക്കുമല്ലോ. അങ്ങനെ ചിലപ്പം ഇങ്ങനെ വരുമ്പോ എടീ നീ ഇവിടെയാണോ താമസിക്കുന്നത്? എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് നീ എന്നെ കല്യാണം വിളിച്ചില്ലല്ലോ. ആ പരിവം പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു ചായ കുടിച്ച് നമുക്ക് പിരിയാമല്ലോ. എന്നാ വാടാ എന്റെ വീട് ഇവിടെ അടുത്താ. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുന്നു, അവളൊരു ചായ ഇട്ട് കൊടുക്കുന്നു. കൈ കൊടുക്കുമ്പോൾ തട്ടി മുണ്ടയിലോട്ട് വീഴുന്നു. അയ്യോ, ഇത് നനഞ്ഞു പോയല്ലോ. എന്നാ പിന്നെ കഴുകടാ, ബാത്റൂമിൽ കയറുന്നു. ഇതൊക്കെ സംഭവിക്കാവുന്നതല്ലേ? മിക്കവാറും ഉള്ളിടത്ത് ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിനിപ്പോ എന്നതാ, കൂട്ടുകാരാകുമ്പോ ചായ ചിലപ്പം മറിയും. അതിനെന്നാ കുഴപ്പം? എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ഇതൊക്കെയാ അവിടെ നടക്കുന്നെന്നാ ഞാൻ പറഞ്ഞു. വീട്ടിൽ ആരെയും കയറ്റി ഇരുത്തിരിക്കുന്നത്?
മര്യാദക്ക് ഇറക്കി വിടാൻ. നിന്റെ കാമുകനായിട്ട് വീടിനകത്ത് സല്ലാമല്ലേ? എടി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. ഇത്ര മതിയോ? അതാ വീട്ടിൽ പോയി പൊട്ടിക്കണോ? അതൊക്കെ ഡൈവേഴ്സിലോട്ട് എഴുതി അയക്കട്ടെ. രണ്ടും കൂടെ രാവിലെ ഒരുക്കി വന്നേക്കാണ് എന്നെ വലിയവരാക്കാനായിട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ ഭാര്യ ഭർത്താവ് തമ്മിലെ വലിയ സഹകരണമാണ്. അവർക്കറിയാം പരസ്പര വിശ്വാസം എന്താണെന്ന്. അതായത് ഇപ്പോഴത്തെ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ആണ്, ബോണ്ടിങ്, പരസ്പര വിശ്വാസം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഡിവോഴ്സ് വേണമെന്ന് പറയും. കുറെ നേരം വന്നിരിക്കണല്ലോ. ഈ ഡിവോഴ്സിനുള്ള ശക്തമായ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞോ? ആ കാരണമുണ്ട്. ഉണ്ടെങ്കിൽ പറ. ഇങ്ങരുടെ കൂർക്കം വലി 40 കൊല്ലം കൊണ്ട് ഞാൻ സഹിക്കുക. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഡിവോഴ്സോട്ട് വന്നിരിക്കണേ കൂർക്കം വലിക്ക്. ആ അതെ, എനിക്ക് 4 പെങ്കൊച്ചുങ്ങളാ. ഇവരേനൊക്കെ കെട്ടിച്ചു വിടണമെങ്കിൽ ഇയാള് വേണം. ഇല്ലെങ്കിൽ ഇവരേനൊക്കെ കെട്ടിച്ചു വിടുമ്പോ ഞാൻ ചക്രശ്വാസം വലിക്കില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഡിവോഴ്സിന് വന്നത്. ഇപ്പോഴാകുമ്പോ എന്റെ പെൺമക്കളെ എല്ലാം ഞാൻ കെട്ടിച്ചു വിട്ടു. ഇനി എനിക്ക് സമാധാനായിട്ടൊന്ന് ഉറങ്ങണം. അതിന് 2 മുറി കിടന്ന് ഉറങ്ങിയ പോരെ അമ്മച്ചി? അത് പറ്റത്തില്ലടാ. എനിക്ക് അവരുടെ ആന്തോളം കേൾക്കാതെ നടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എന്റെ അമ്മച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ചില വിവരക്കേട് ചില ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. ഈ രാജ്യത്ത് എന്തെല്ലാം കേസുകളുണ്ടെന്ന് അറിയാമോ? വെട്ട്, കൊലപാതകം, മോഷണം, സ്ത്രീപീഡനം, വെടിവയ്പ്. കപ്പയും മുളകും അല്ല. ഇറങ്ങി വെളിയില് ഇത് മേലെ ആന്തോളനം പോലെ ഇറങ്ങും. പാടണ്ടടി, ഞാൻ വഴി കടന്നു ചിലപ്പോ ഉറങ്ങും. ഹലോ ഇടി, വൈകുന്നേരം വരുമ്പോഴേ എന്നെ ഉറക്കം ഒരു കിടുക്ക് പാർട്ടി കിട്ടിയിട്ടുണ്ട്. എന്താ? ആന്തോളനോ തോളനോ. മണിക്കുട്ടൻ ആൻഡ് ടീം, നിങ്ങൾ 3 പേരും നമുക്ക് പ്രിയപ്പെട്ടവരാ കേട്ടോ. ഉഗ്രൻ ആർട്ടിസ്റ്റുകളല്ലേ. നിങ്ങളുടെ ഒരു പെർഫോമൻസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏത് തരം സ്കിറ്റാണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും, പ്രത്യേകിച്ച് മണിക്കുട്ടൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയോ നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മളെ ചിരിപ്പിച്ച് ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന പല സംഭവങ്ങളും മണിക്കുട്ടനിൽ നിന്നുണ്ട്. പിന്നെ മായയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. എത്ര എന്താ പറയുക, നല്ല നല്ല ക്യാരക്ടേഴ്സ്. അതുപോലെ അനീഷാണെങ്കിലും. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടെ വരുമ്പോൾ നമ്മളങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കിറ്റിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ 2 പേരും ഇച്ചിരി പ്രായമായിപ്പോയി. അതാ പ്രായമായപ്പോൾ പ്രായത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലിലാണ് നിങ്ങൾ ഈ സംഗതി കൊണ്ടുപോയിരിക്കുന്നത്. ഒരല്പം ഡ്രാമയും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പറഞ്ഞു ടക്ക് 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 എന്ന് പോകുന്നതിനേക്കാൾ അപ്പുറത്ത് ആ ക്യാരക്ടറിനകത്ത് നിന്നിട്ട് അതിനകത്ത് മനോഹരമായ കുറേ സംഭവങ്ങളും ഒക്കെ നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്തൊരു ഒരു ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഈ പ്രായമായവർക്കൊക്കെ ഒരു ചെറിയ കാര്യം മതി പിണങ്ങാനും അതുവഴി എക്സ്പ്ലോർ ചെയ്തിട്ട് ചിലരൊക്കെ ചിലപ്പോൾ ഇറങ്ങി പൊക്കളയും. പണ്ട് കാശിക്ക് പോക്കായിരുന്നല്ലേ? പണ്ട് കാശിക്ക് പോവുക, പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോഴേ അങ്ങനെ ഗോവയ്ക്ക് പോകും. അത് ഇതിൽ പറയുന്നുണ്ട് അവര്. അപ്പൊ എന്റെ തീർത്ഥയാത്ര എന്ന് പറഞ്ഞതൊക്കെ നല്ല ഉഗ്ര സാധനം. എന്റെ കാശ് തീർത്ഥയാത്ര എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് നിന്നിട്ട് നിങ്ങൾ അതിന് ആ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ടുള്ള രസമുള്ള തമാശകൾ, ക്ലാസ് ആയിട്ടുള്ള കുറേ തമാശകൾ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വക്കീൽ നന്നായി. വക്കീലാണ് ഇതിന്റെ ആണിക്കല്ല്. കാരണം ഇവർ 2 പേരും കളിക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ അനീഷ് ഈ സ്കിറ്റിന്റെ ആ ഒരു ടെമ്പോ പിടിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ് മണിക്കുട്ടൻ ആൻറ്റി. ചേട്ടാ മണിക്കുട്ടാ, അനീഷേ, മായ, നന്നായിരുന്നിട്ടാ. കാരണം ഇതൊരു അടുക്കും ചിട്ടയുള്ള ഒരു സ്കിറ്റായിരുന്നു. നമുക്ക് കാണുമ്പോട്ടാ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ, എൻ്റെ പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം, ഈ ക്ലൈമാക്സ് എന്താ പറയുക, ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു അതുപോലെ എനിക്കും ഈ വൈഫ് ആയിട്ടുള്ള ഫോൺ വിളി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വൈഫുമായിട്ട് ചിലപ്പോൾ ഒരു വക്കീലായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും എന്നൊരു പ്രഡിക്ഷൻ എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലായിട്ട് ചെറിയൊരു നെഗറ്റീവ് ഉള്ളത് ഈ ഒരു ക്ലൈമാക്സിൻ്റെ പേരാണ്. ബാക്കിയെല്ലാം നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ ക്ലൈമാക്സിന് ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നോ ഈ പോകുന്നതിന്? പറഞ്ഞ് ഇത് ഡൈവേഴ്സ് ആക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അതും പ്രൊഡിക്ഷൻ ആയിരിക്കും. ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചത് ഇവർ പറഞ്ഞു ഞാൻ ഡിവോഴ്സ് ആവുകയും ചെയ്യും, ഇവർ ഒന്നാകുകയും ചെയ്യും. അത് ക്ലീഷ ആയതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ആകുന്നില്ല. അത് ഞാൻ പറ്റിച്ചതാണ്. അല്ല, അത് ഏതായാലും നന്നായി. അങ്ങോട്ട് വരാ കാര്യം അത് വന്നിരുന്നിട്ട് നിങ്ങളുടെ ഡൈവോഴ്സ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരുപാട് സംഭവങ്ങൾ അതേപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് അതൊരു പഞ്ചിലുള്ള ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും നിങ്ങളുടെ 3 പേരുടെ അഭിനയ ശൈലി വെച്ച് നോക്കുമ്പോൾ ഇത് ഗംഭീരമായിരുന്നു.
നല്ല രസമുണ്ടായിരുന്നു, ഒരു പുതുമയുണ്ടായിരുന്നു സബ്ജക്റ്റിനും. ഓക്കെ, സാറിയില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും ഡബിൾ ചിരിയായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ? വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൊച്ചു പിള്ളേരിൽ നിന്നാണ് മൊബൈൽ വാങ്ങിച്ചു നന്നായിരുന്നു കേട്ടോ. നിലത്ത് കിടന്ന് ഉരുളുന്നത്. ഒരു 65-80 വയസ്സായ ഒരാളുടെ പ്രകടനം കണ്ടിരുന്നു. അത് കിട്ടിയ ഉടനെ ആശ്വാസമായി. അല്ല, അത് കറക്റ്റ്, നല്ല സാധനം, അത് ഗംഭീരമായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും. പുതുമയുള്ള കൗണ്ടറുകളൊക്കെ ആയിട്ടാണ് വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു നസീർക്ക. അപ്പോ ഈ സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം കൊടുക്കുന്നത്? ഞാനൊരു 12,000 രൂപ കൊടുക്കാം. 12,000 രൂപ. രണ്ടാമതാരാ? ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 12,000 രൂപ കൊടുക്കുക. മറ്റോട്ട് 24,000 രൂപ ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് നേരെ അയച്ചോ. അങ്ങനെ തന്നെ ടോട്ടൽ എമൗണ്ട് 45,000 രൂപ. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ ഉഷാറായിട്ട് സാധനമായിട്ട് വരിക, കൂടുതൽ പൈസ ഉണ്ടാക്കുക. ഇതാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് വീട്ടിൽ നിന്ന് മറന്നു പോകും. ഇങ്ങനെ മറവി ഒരു മനുഷ്യൻ തന്ന നന്നായി. രാജി, എടീ രാജി. ഓ രാജി വെച്ചാ? രാജിവെക്കാൻ ഞാൻ മന്ത്രി MLA വല്ല ആണോ, അല്ലെങ്കിൽ സ്ഥലം മെമ്പർ പോലും അല്ല. അതല്ലെന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നീ വെച്ചോ? ഓ, രാവിലത്തേക്കുള്ളതുമായി ഉച്ചക്കത്തേക്കുള്ളതുമായി എല്ലാം ആയി. ഞാൻ അണ്ണനുള്ള ഷർട്ടൊക്കെ കഴുകിടുമായിരുന്നു. ആണോ? ഞാൻ ഈ കമ്പനിയുടെ വാതിക്ക് ചെന്നപ്പോഴാണ് ഞാനൊരു മറന്ന് തരാതങ്ങ് പോയല്ലോ. അല്ല, ഞാനത് ഓർത്തു വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യത്തിന് ചെല്ലണമല്ല. എന്നാലും എന്നും തരുന്നില്ല, ഇന്ന് തരാതെ എന്താ പോയത്? എന്നും തരുന്നില്ല, ഇന്നെന്താ തരാതെ പോയേ? എന്നാ പിന്നെ താ. താ. അത് തന്നെ കാര്യമാണോ പറഞ്ഞത്? അത് തന്നു മടുത്ത്. എന്റെ ഫോൺ വെച്ച് ഞാൻ ഇവിടെ മറന്നുപോയായിരുന്നു. ആ ഫോൺ എന്റെ കയ്യിലുണ്ട്. ഫോൺ വേണോ? ഫോൺ കളിക്കല്ലേ, എനിക്ക് കമ്പനി തേയിലും തുള്ളണ്ടാണെന്ന്. അവിടെ സൂപ്പർവൈസർ നീ ഇങ്ങോ തന്നെ രാജി ഫോൺ. ഷീല ആരാ? എന്തോ ഷീല ആരാ? ഷീലയോ? ഷീല ആരാ? ഷീല ആരാ? നമ്മുടെ മറ്റേ ആണോ? ഷീല നമ്മുടെ എന്റെ കൊച്ചു മുതലാളെ. അമ്പടി മഴമേ തീപ്പെട്ടി കോള അമ്പടെ ജിഞ്ചിനാക്കരി. അതല്ല പറഞ്ഞത്, അത് സിനിമാന്തരി ശീല. ഇത് വേറൊരു ശീല. ഈ ശീല ആരാ? ഞാനേ ഷർട്ടൊക്കെ കരിയിടുവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു തുണ്ട് കിട്ടി, അതിലൊരു ശീല. ആരാണ് ഈ ശീല? അതെന്നാന്നറിയാം? നീ അന്ന് പറഞ്ഞില്ലേ നമുക്കൊരു പശുഗ്രാവിനെ വാങ്ങിക്കണോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പശുഗ്രാവിനെ പോയി കണ്ടു. അതിന് ഞാനൊരു പേരിട്ടു, ഷീല. നല്ല പേര്. ആ പേര് മറന്നുപോയിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചേക്കണ. ആണോ? അപ്പൊ ഈ ഇതിൽ ഈ ഷീലയുടെ പേരിന്റെ അടിയിൽ കിടക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, അത് പശുവിന്റെ നമ്പറാണോ? ചാറ്റ് ചെയ്യാനാണോ വിളിക്കാനാണോ? പശുവിനെ എങ്ങനാ അതൊന്ന് പറഞ്ഞ് മനസ്സിലാകട്ടെ. രാജൻ ചേട്ടന്റെ വീട്ടിലെ പശുഗ്രാവിനെയാണല്ലോ മേടിക്കണം. നമ്പർ വെറുതെ എഴുതിയിട്ടൊന്നുമില്ല. രാജൻ ചേട്ടന്റെ നമ്പരാ. എന്നാ പിന്നെ ആ പശു വിളിച്ചായിരുന്നു കേട്ടോ. കണ്ണൻ ഇവിടെ നിന്ന് ഇറങ്ങിയോ, ഞാൻ കമ്പനിപ്പടി നിപ്പുണ്ട്, എപ്പ വരുമെന്ന് ചോദിച്ചു. എനിക്ക് സംശയങ്ങളെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, അറിയാമോ? ശരിയാ, കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ പെണ്ണാണ് ഞാന്. ബാക്കി സകല പെണ്ണുങ്ങളും ഇവിടെ കൃഷ്ണമണി കിടന്ന് കറങ്ങുക. നിനക്ക് എന്താടി എന്നെ ചുമ്മാ? എനിക്ക് നിങ്ങളെ സംശയമാ. എനിക്ക് നിങ്ങളെ സംശയം മാത്രമേ ഉള്ളൂ. ഈ ഷീലയും പശുവും തമ്മിലുള്ള സംശയം. ഞാൻ ഈ ഷീലയിട്ട് തേയിലത്തോട്ടത്തിൽ അവൾക്ക് തേയില നുള്ളി കൊടുക്കണോ, അവളെ കൊണ്ട് പാർക്കിൽ പോകണോ, അവളെ കൊണ്ട് ബീച്ചിൽ പോകണമെന്ന് എനിക്ക് പ്രശ്നമല്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ സംശയമാ. ഈ ഷീല ആരാ? എനിക്കറിയണം. ഈ ഷീല ആരാ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ കൂടെ ഒരുമിച്ചുണ്ണണോ ഒരുമിച്ചുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ഒരു തോളിന്റെ സൈഡിൽ നീ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. നീ എന്താ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണത്? വസന്ത അന്തേ പോയി കേട്ടെ. അങ്ങോട്ട് നോക്കി പറയണ്ട. വസന്ത അന്തേ പോയി. അങ്ങോട്ട് നോക്കിയല്ല, എന്നെ നോക്കി പറയാൻ വേണ്ടി. എന്നെ നോക്കി പറയണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, അല്ലാതെ വസന്തയുടെ കുളിമുറി നോക്കിക്കൊണ്ടല്ല പറയണ്ടേ. ഒരുമിച്ച് ജീവിക്കണമെന്ന് കേട്ടോ. എനിക്ക് നിങ്ങളെ സംശയം തരത്തില്ല. ഞാൻ ഫോൺ തരത്തില്ല. കമ്പനി പൊട്ടേ പശു വിളിക്കുന്നു. ഹലോ. അയ്യോ, എന്റെ ദൈവമേ, എപ്പോ
അമ്മച്ചി. എവിടെ വെച്ച് ആണോ? ഓവറാക്ഷൻ ഇട്ടങ്ങ് ചാവുകയാണല്ലോ. അയ്യോ ആണോ? ഞാനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കാം. അയ്യോ അയ്യോ എന്താന്ന്? നീ കിടന്ന് തുള്ളലെ ആകപ്പാട് പ്രശ്നമായി. പിന്നെ നിങ്ങൾ ഇവിടെ കാണിച്ചു തുള്ളലല്ലായിരുന്നു? അത് ഇച്ചിരി ഞാൻ ഇട്ട് നോക്കിയതാ. പിന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി. അതൊരു വലിയ സംഭവമൊന്നുമല്ല. കാട്ടും അടുത്തപ്പം പുലി നാട്ടിലേക്ക് ഇറങ്ങി. അതിനിപ്പോ എന്താ? എടി അങ്ങനെയല്ല, ഇതൊരു വൻപുലി ഇറങ്ങിയേക്കുവാ. നമ്മളോട് പഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നു രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പഞ്ചായത്ത് സ്കൂളിലേക്ക് ചെല്ലാൻ 2 ദിവസത്തേക്ക്. അയ്യേ സ്കൂളിൽ പോനാ? എന്റെ പട്ടി വരും സ്കൂളിൽ, ഞാൻ വരത്തില്ല സ്കൂളിൽ. അതെന്താന്നോ, 10ാം ക്ലാസ് വല്ലച്ചാലും ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ അന്ന് ആ പടി ഇറങ്ങിട്ട് പറഞ്ഞു ഇനി മേലെ ഞാൻ ഈ പടി ചവിട്ടത്തില്ലെന്ന്. ഞാൻ എന്തായാലും സ്കൂളിൽ വരത്തില്ല. അങ്ങനെ പറയില്ലേ, നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി 2 ദിവസം സ്കൂളിൽ പോയി നിൽക്കണം. സ്കൂളിൽ ഞാൻ വരത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മുടെ തേയില കമ്പനിയുടെ മുതലാളിയുടെ വീട്ടിൽ പോയി 2 ദിവസം നിന്നാലോ? മുതലാളിയുടെ വീട്ടിൽ ഞാൻ വരത്തില്ല. അതിനാ നീ അവിടെയും വരാത്ത? അതെന്താണെന്നറിയാം, ഞാൻ ആദ്യമായിട്ട് ഗർഭിണിയായപ്പോൾ ഞാൻ മുതലാളിയോട് എന്ത് പറഞ്ഞു, മുതലാളി ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ഇച്ചിരി ശമ്പളമൊക്കെ കൂട്ടിത്തരണമെന്ന്. അപ്പൊ മുതലാളി എന്ത് എന്റെ മുഖത്തൊക്കെ പറഞ്ഞെന്നറിയോ, കമ്പനിക്ക് പുറത്ത് കിടക്കുന്ന ദുരന്തങ്ങൾക്കൊന്നും കമ്പനി ഉത്തരവാദിയല്ലെന്ന്. അതും ഇതും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. നീ പുലി വരും, പുലി കടിച്ചു കയറി കഴിഞ്ഞാൽ നിന്നെ കാശിന് കൊള്ളൂല. പുലി കടിച്ചു കയറിയാളെന്നൊരു കുഴപ്പമില്ല, ഞാനൊരു സിംഹത്തിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്, എനിക്ക് പുലിയെ പേടിയില്ല. എന്നെ സിംഹമായിട്ടാണ് കാണുന്നതൊക്കെ എനിക്കറിയാം. സിംഹത്തിന്റെ കൂടെ ഒരു വാലനും കൂടെ ചേർക്കണം. സിംഹവാലൻ എനിക്ക് പുലിയെ പേടിയില്ല. എനിക്ക് പുലിയെ പുല്ല. എനിക്ക് പുലിയെ പുല്ല. എനിക്ക് പുലിയെ പുല്ല. എനിക്ക് പുലിയെ പുല്ല. ഞാൻ എനിക്ക് പുല്ലല്ല. എനിക്ക് പുല്ലല്ല. എനിക്ക് പുലി പുല്ലല്ല. കേട്ടോ, അങ്ങോട്ട് നോക്കല്ലേ. പുലി എന്നെ കട്ട്. പുലി എന്നെ കട്ട്. പുലി ഇവിടെ ഉണ്ട്. വേണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ എവിടെയെങ്കിലും പുലി എന്നെ കട്ട്. പുലി എന്നെ കടിച്ചു കീർത്തിന്നോട്ട്. നമുക്ക് 2 പിള്ളേരുള്ളതാ. നിങ്ങളിപ്പോ രക്ഷപ്പെട്ടു. നിങ്ങളെങ്കിലും രക്ഷപ്പെടും. പുലി കേട്ടാ ഞാൻ പോകത്തില്ല. ഇങ്ങനെ സ്നേഹിക്കാനും പ്രണയിക്കാനും പറ്റിയ സമയമൊന്നും അല്ല ചേട്ടാ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. പുലി എന്നെ തിന്നോട്ടെ ചേട്ടാ, തിന്നോട്ടെ. അതുകൊണ്ടല്ല, പുലി തിന്നണം കൊണ്ടല്ല. പുലി തിന്നു കഴിഞ്ഞാൽ പുലിക്ക് ഫുഡ് പോയിസൺ അടിച്ച് ഇവിടെ കിടന്ന് ചാകും. പിന്നെ അതിന്റെ ഉത്തരവാദിത്തം കൂടെ ഞാൻ ഏറ്റെടുക്കണം. ഈ സമയത്ത് നീ തമാശ പറയുന്നു. എങ്ങനെങ്കിലും പുലി രക്ഷപ്പെടും. പുലി വരുന്നു. എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? അണ്ടാവിനകത്ത് കയറിയിരിക്കാം. പ്ലീസ് മാസ്ക് അഴിക്കുവാണോ? എടാ ഞാൻ പുലിയല്ലടാ, എന്റെ മുതലാളിയാ. രാജി, നമ്മുടെ മുതലാളിയാണ്. നീങ്ങുക. ഇതെന്നെ മുതലാളി ഈ വേഷത്തില്? സംഭവം ഈ നാട്ടിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോവല്ലോ. അപ്പൊ ഇവിടുത്തെ വസ്തുക്കളൊക്കെ ഞാൻ വാങ്ങിയിട്ട് എന്റെ ഈ തേയിലത്തോട്ടം ഒന്ന് വിപുലീകരിക്കാന്ന് വിചാരിച്ചു. പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു. അപ്പൊ സ്ഥലത്തിന് വില കുറയും. സംഭവം വില കുറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിക്ക് സ്ഥലം മേടിച്ച് അല്ലേ? ഈ നാട്ടുകാർ മൊത്തം എന്റെ പുറകെ കൊണ്ട് എന്നെ എങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മുതലാളി കിട്ടുന്ന ഞങ്ങൾ എന്ത് ചെയ്യാനോ? ഇവിടെ കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്നോട്ട് നാട്ടുകാർ പോയതിനു ശേഷം. ഞാൻ ആദ്യം ഗർഭിണിയാന്ന് പറഞ്ഞപ്പോഴേ എന്തോ പറഞ്ഞത്, നിനക്ക് ശമ്പളം കൂട്ടിത്തരാം പോരെ? അയ്യോ ശമ്പളം കൂടി അന്ന് എന്താ കൂട്ടിത്തരാൻ? ഞാൻ എന്താ പറഞ്ഞ കമ്പനി ഉത്തരവാദിയല്ലെന്ന്. എന്റെ ഭർത്താവ് ഉത്തരവാദിത്വല്ലേ? ഇപ്പോഴും അയാൾ അതിൽ നിന്ന് മാറിയിട്ടില്ല. പറഞ്ഞുവിട്. ഇവിടെ ശരിയാവൂല. അതുകൊണ്ടാ എനിക്ക് ഇച്ചിരി വെള്ളം തരും. വെള്ളം കൊടുക്കടി. വെള്ളം തരാം. ഇത്രയും നാളും പണി ചെയ്തോണ്ട് വെള്ളം തരാം. എന്നാലും മുതലാളി എന്ത് അബദ്ധം ഈ മുതലാളി കാണിച്ചത്? സംഭവം ഞാൻ വിചാരിച്ചോ ഇവന്മാരെല്ലാം കൂടെ തോക്കും പടിയായിട്ട് എന്റെ പുറകെ വരുമെന്ന്. ചെറിയൊരു നമ്പർ ഇറക്കി നോക്കിയല്ലേ പാളിപ്പോയി. ആണോ? ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു. കുടിച്ചേച്ച് വേഗം പൊയ്ക്കോണം കേട്ടോ. പോവല്ല. ഹലോ, പുലി ഇവിടെ വന്നടാ. വന്നു. വെള്ളം കുടിക്കണം. ഇല്ല അതിനെന്ത്? ഇപ്പൊ എന്തോ ചൂടുമ്പോ ഓട്ടമില്ലായിരുന്ന കുറെ നാള്. അപ്പൊ അതേ വീശിക്കൊണ്ടിരിപ്പുണ്ട്. നാഗമൊക്കെ കടിച്ചു പറിച്ച് കളയോ. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നാ ശരി. അങ്ങനെയൊന്നും പറയില്ലേ. എന്റെ മുതലാളി രക്ഷപ്പെടാൻ നോക്ക്. ഞാനത് മുതലാളിയാണെന്ന് പറയാനും മറന്നുപോയി. അവരെല്ലാരും കൂടി ഫോറസ്റ്റുകാരെ വിളിച്ച് തോക്കായിട്ട് വരുവാ. വെടിവെച്ച് കൊല്ലും. അയ്യോ, ഒരു കാര്യം ചെയ്യാം. നിന്റെ ഒരു ഷർട്ടും പാന്റും എനിക്കിതാ. അപ്പൊ ഞാൻ ഇത് മാറ്റാലോ. എന്നിട്ട് ഞാൻ പുലിത്തോൽ ഊരി ഇവിടെ കച്ചവടം നടത്തിയെന്നും പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാം. മുതലാളി ഈ വേഷത്തിൽ നമുക്കൊരു ധാരണയിൽ പോവാം. ഒരു 10 ദിവസം എന്നെ രഹസ്യമായിട്ട് ഇവിടെ താമസിപ്പിക്കൂ. അതെങ്ങനെ ശരിയാവും? മുതലാളിക്ക് വേണ്ട ഫുഡൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിച്ചു തരും? ഇവിടെ കോഴിയുണ്ടല്ലോ. കോഴിയുണ്ട്. പുലി കോഴിയെ തിന്നുമല്ലോ. അയ്യേ, എന്റെ അടക്കോഴിയെ തിന്നാൻ നടക്കുമല്ലോ. കൊന്നുകളഞ്ഞാണ്. ഞാൻ രഹസ്യമായിട്ട് ആരും അറിയാതെ താമസിക്കാം. നീ 1-2 ആഴ്ച ജോലിക്ക് വെക്കോ. ഞാൻ ഇവിടെ കാവലുണ്ടല്ലോ. എന്നാലും മുതലാളി ഞാൻ ജോലിക്ക് പോകുമ്പോ ഇവിടെ ഒറ്റക്കല്ലേ, അതെങ്ങനെ ശരിയാവും? അവക്ക് പുലി കാവലില്ലേ? ഇത് പുലിയല്ല, കോഴി. നാളെ നീ കമ്പനിയിലോട്ട് വരുമല്ലോ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ചെല്ല്. നിനക്ക് കാണിച്ചു തരാടാ.
പൊയ്ക്കോ പൊയ്ക്കോ. അയ്യോ ദൈവമേ, ഒരു മുതലാളി വന്നേ നാട്ടിലെ. അയ്യോ അയ്യോ മയക്കുവെടി വെച്ചെന്ന് തോന്നുന്നു കേട്ടാ. ദൈവമേ, നാളെ മുതലാളി കാണുമോ? മുതലാളി ഇല്ലെങ്കിൽ എന്താ ഇനിയിപ്പോ തൊഴിലാളികൾക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് വിഹരിക്കാലോ എന്ന്. അതല്ലേ ഉദ്ദേശിച്ചത്. അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം. അതെ, ഏതായാലും മുതലാളിയുടെ ഐഡിയ കൊള്ളാം കേട്ടോ. ഹലോ. ആ ഇല്ല ഇല്ല, മുതലാളി ഇനി കുറച്ച് ദിവസം ഉണ്ടാകത്തില്ലെന്ന് പറയണേ. ആ ഞാൻ തേയിലയുടെ അവിടെ നിന്നു, ഞാൻ വരാം. ഇന്നത്തെ പോലും നടക്കണേ അതൊന്ന് അമ്മയോ. ശരിയാ, ഓക്കേടാ, സെറ്റ്. ആരായിരുന്നു ഫോണി? അതാ പശുവായിരുന്നു രാജി. പശുവായിരുന്നോ? ഞാൻ കേട്ടാ. പശുവാണ് രാജി. രാജിയല്ല, ഇനി മുതൽ ഞാൻ പുലിയാ. ഞാൻ പുലി. ഉന്നെ കൊന്ന് ആ പശുവിനെ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാരം നടന്നു പാടുവേ. രാജി പുലിടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെ സമയം എത്ര എന്ന് വല്ല വിചാരമുണ്ടോ? അത് തന്നെ ആലോചിക്കും. നമ്മൾ ഈ ചിരിച്ചിരിക്കുന്നോണ്ട് അറിയുന്നില്ലേ? ചിരിച്ചോണ്ടിരുന്നോ? സമയം കഴിഞ്ഞു. കഴിഞ്ഞ പക്രു ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നു. എങ്ങനെയുണ്ട്? മിസ് ചെയ്തോ ഞങ്ങളെ? എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്തു. പക്ഷെ ആ മിസ്സിംഗ് ഒന്നുമല്ല, ഗംഭീരായിരുന്നു. ഒരുപാട് ചിരിച്ചു, നിരാശപ്പെടുത്തിയില്ല. അതെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കുറച്ച് നാളുകൾക്ക് ശേഷം പക്രുചേട്ടൻ നമ്മുടെ കുടുംബത്ത് തീർച്ചയായിട്ടും സന്തോഷത്തിലാണ്. നമ്മൾ ഇന്നത്തെ ചിരി നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിലും കൂടുതൽ ചിരികളോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. നമ്മുടെ ഓഡിയൻസിന് ഒരു നല്ല കൈഡ് കൊടുക്കണം. പത്തനംതിട്ട റാന്നി 9-ാം വാർഡ് ഉദിമൂടുന്ന് വന്നാണ് എല്ലാവരും. കുടുംബശ്രീ ചേച്ചിമാരാണ്. ചേച്ചിമാരെ നയിക്കുന്ന ഒരു ചേട്ടൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്, പിന്നെ കുട്ടികൾ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഒരു വലിയ കൈഡി. താങ്ക് യു സോ മച്ച്. കൂടുതൽ ചിരിക്കാൻ, കൂടുതൽ സന്തോഷിക്കാൻ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.